എക്സലിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിന്റെ ബയോളജിയിലെ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ആ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, കുഞ്ഞറകൾക്കുള്ളിലെ രഹസ്യം. അപ്പോൾ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സെല്ലുകളെ കുറിച്ചാണ്, കോശങ്ങളെ കുറിച്ചാണ്. സെല്ല് അല്ല, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മള് ഹൈസ്കൂൾ UP ക്ലാസ്സുകളിൽ നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുള്ള ബേസിക് സയൻസ് എന്നാണെങ്കിൽ ഹൈസ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് അത് 3 ഭാഗങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പഠിക്കും. അതിൽ നമ്മൾ ബയോളജിയിൽ നമുക്ക് നോക്കാനുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ചാപ്റ്ററിന്റെ പേര് ഓർമ്മിക്കുക, ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്. അത് പഠിക്കാനുള്ള കോശങ്ങളെ കുറിച്ചാണ്, സെല്ലുകളെ കുറിച്ചാണ്. സെല്ലുകളെ കുറിച്ച് പറയുമ്പോൾ സെല്ലുകളെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഇവയെ കാണണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ്. ആ ഒരു മൈക്രോസ്കോപ്പ്, ഇതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് വിളിക്കുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ലെൻസുകളുള്ള മൈക്രോസ്കോപ്പുകൾ വിളിക്കുന്ന പേര് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ലെൻസുകൾ ഇതുപോലുള്ളതല്ല, അതിൽ ഒറ്റ ലെൻസുള്ള സിമ്പിൾ മൈക്രോസ്കോപ്പുകളാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന സാധാരണ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകളാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പുകൾ, ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ മാഗ്നിഫൈ ചെയ്യുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് ഇപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് അതിൽ പ്രധാനമായിട്ട് ആദ്യം പഠിക്കാനുള്ളത്. ഇതില് ചാപ്റ്ററിന്റെ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കുട്ടികൾ ഒരു മൈക്രോസ്കോപ്പ് നിരീക്ഷിക്കുന്ന ഒരു കാഴ്ച അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ആദ്യം പരിചയപ്പെടുക. ഒരു മൈക്രോസ്കോപ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിൽ ലെൻസുകളാണ് മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഈ ലെൻസുകളാണ് ഈ നമ്മുടെ കോശങ്ങളെ, സെല്ലുകളെ നമുക്ക് വലുതായി കാണിച്ചു തരും. സെല്ലുകളെ ഒരിക്കലും നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയില്ല ഉള്ള കാര്യം മനസ്സിലാക്കുക. മൈക്രോസ്കോപ്പിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിന്റെ നമ്മളെ കണ്ടുവച്ച് നോക്കുന്ന ഭാഗം, അതിന് ഐ പീസ് എന്ന് വിളിക്കുന്നത്, ഐ പീസ്. പിന്നെയുള്ളത് നോബ്. ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗം നോബ്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ്. ലെൻസ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗം ഐ പീസ് ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസിൽ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസറിന്റെ ഒരു ഭാഗം, ഈ ഭാഗത്ത് വരുന്ന കണ്ടൻസറിലും ലെൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് ഐ പീസ്, നോബ്, പിന്നെ ഈ ഭാഗം ഒബ്ജക്റ്റീവ് ലെൻസ്. പിന്നെ നമ്മൾ ആ നിരീക്ഷിക്കാനുള്ള വസ്തു വയ്ക്കുന്നത്, നമ്മൾ ഏതിനാണോ ഏത് സെല്ലാണോ നമ്മൾ നോക്കുന്നത്, ആ ഒരു നിരീക്ഷണ വസ്തു വയ്ക്കുന്ന ഈ ഒരു ഭാഗം, നമുക്ക് ഒബ്സർവിങ് മെറ്റീരിയൽ വയ്ക്കുന്ന ഈ ഭാഗത്തിന് വിളിക്കുന്ന ഒരു സ്റ്റേജ് എന്നാണ്. ഈ സ്റ്റേജിലാണ് നമുക്ക് കാണാനുള്ള വസ്തുവിനെ നമ്മൾ വയ്ക്കുന്നത്. ഇതിന്റെ സ്റ്റേജ് എന്ന് പറയും. സ്റ്റേജിൽ മറ്റൊരു ഭാഗമാണ് ക്ലിപ്പ്. സ്റ്റേജ് ആൻഡ് ക്ലിപ്സ്, കണ്ടൻസർ, മിറർ, ഇതൊക്കെയാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രധാന ഭാഗങ്ങൾ. അപ്പൊ നമ്മൾ ഈ ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെല്ലുകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സെല്ലുകളുമായി ബന്ധപ്പെട്ട അതിന്റെ ഹിസ്റ്ററി, അതിന്റെ ചരിത്രം, ഇനി പ്രധാനപ്പെട്ട സെല്ലുകൾ. അപ്പൊ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പ്ലാന്റ്സിന് സെല്ലുണ്ട്, അനിമൽസിന് സെല്ലുണ്ട്. അപ്പൊ പ്ലാന്റ് സെല്ലിനെ, അനിമൽസിനെയും കുറിച്ച് പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഇതിന്റെ പ്രധാനമായിട്ടൊരു ഭാഗം നമ്മുടെ ഈ മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ, അതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ലെൻസുകൾ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഐ പീസിലും ഒബ്ജക്റ്റീവ് ലെൻസിലുമാണ്. പിന്നെ കണ്ടൻസറിലും ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓരോ ഭാഗങ്ങളുടെയും ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ ഇതിൽ ഒബ്സർവ് ചെയ്യുന്ന ഭാഗം, നമ്മൾ കണ്ടുപിടിക്കുന്ന ഐ പീസ് ആണ്. പിന്നെയുള്ള ഒബ്ജക്റ്റീവ് ലെൻസിൽ 3 ലെൻസുകൾ ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെയുള്ള സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, അവിടെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാനുള്ള മെറ്റീരിയൽ വയ്ക്കുന്നത്. പിന്നെ കണ്ടൻസർ. ഈ കണ്ടൻസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടൻസറിൽ 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് ലെൻസും മറ്റൊന്ന് ഡയഫ്രം. കണ്ടൻസറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ലെൻസും ഡയഫ്രം. അപ്പൊ ലെൻസും ഡയഫ്രം ആണ് കണ്ടൻസറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതെന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലെൻസ് നമ്മൾ ഇതുവഴി പോകുന്ന ലൈറ്റിനെ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടുന്ന് വരുന്ന ലൈറ്റ് കാര്യം, ഈ കണ്ടൻസറിന്റെ തൊട്ട് താഴെ മിറർ ഉണ്ട്, മിറർ. അപ്പൊ നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അവിടെ ലൈറ്റ് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടുത്തെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെല്ലുകൾ നല്ലോണം കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇവിടെ ഇതിന്റെ അടിയിലുള്ള ഈ കണ്ടൻസർ അല്ലെങ്കിൽ ഈ സ്റ്റേജിന്റെയും ക്ലിപ്പിന്റെ അടിഭാഗത്തായി വരുന്ന മിറർ, ഈ മിററാണ് ലൈറ്റിന് നേരെ ഈ ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ നിരീക്ഷിക്കേണ്ട വസ്തുവിലേക്ക് എത്തിക്കുന്നത് ഈ മിററാണ്. ഈ മിററിന് 2 ഭാഗങ്ങളുണ്ട്. മുകൾ ഭാഗത്ത് പ്ലെയിൻ മിററും താഴെ കോൺകേവ് മിററാണ് മിററിനുള്ളത്. ഒന്ന് പ്ലെയിൻ മിററും മറ്റൊന്ന് കോൺകേവ് മിററുമാണ് ഈ മിററിലുള്ള. അതായത് മുകൾ ഭാഗത്ത് പ്ലെയിൻ മിറർ, താഴെ കോൺകേവ് മിറർ. പ്ലെയിൻ മിറർ സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും, നേരെ സൺലൈറ്റിന് ഇത് നമ്മൾ മിററിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മിറർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ മിറർ ഈ മിററിനെ അഡ്ജസ്റ്റ് ചെയ്ത് സൺലൈറ്റിന് നേരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൺലൈറ്റിനെ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് നേരെ ഈ കണ്ടൻസർ വഴി ഈ ഒബ്സർവ് ചെയ്യും നമ്മൾ നിരീക്ഷിക്കുന്ന വസ്തുവിലേക്ക് എത്തിക്കാൻ പറ്റും. എന്നാൽ മാത്രമേ നമുക്ക്
നമ്മൾ നോക്കുന്നത് നമുക്ക് നല്ലവണ്ണം ആ സെല്ലിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ പറ്റും. ഇനി തൊട്ട് താഴെ ഇപ്പൊ പ്ലെയിൻ മിററിന്റെ ഫംഗ്ഷൻ അതാണ്. പ്ലെയിൻ മിറർ സഹായിക്കുന്നത് സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെയുള്ള കോൺകേവ് മിററാണ്. കോൺകേവ് മിറർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലൈറ്റ് ലഭിക്കുക അല്ലെങ്കിൽ സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ്, നമ്മൾ റൂമിനകത്തുള്ള ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ്, ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യിക്കാൻ വേണ്ടി, അപ്പം നമ്മൾ ട്യൂബിലോ അല്ലെങ്കിൽ ലൈറ്റിൽ നിന്നൊക്കെയുള്ള വെട്ടം ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് കോൺകേവ് മിറർ ഉപയോഗിക്കുന്നത്. കോൺകേവ് മിറർ ഉപയോഗിക്കുന്ന ഈ ലൈറ്റിനെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പ്ലെയിൻ മിറർ സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, കോൺകേവ് മിറർ ആർട്ടിഫിഷ്യൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി മറ്റൊരു കാര്യം, ഈ ലൈറ്റ് പോകുന്നത് ഇതിനടിയിലുള്ള കണ്ടൻസറിലൂടെയാണ്. അതായത് ഈ മിററിൽ നിന്നുള്ള ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നേരെ ഈ ഒബ്സർവിംഗ് മീഡിയത്തിലേക്ക് പോകുന്ന ഈ കണ്ടൻസറിനുള്ളിൽ കൂടിയാണ്. അപ്പൊ ഈ കണ്ടൻസറിനകത്ത് ലെൻസ് ഉണ്ട്. ഈ ലെൻസാണ് ഈ ലൈറ്റിന് നേരെ എന്ത് ചെയ്യുന്നത്, ഇവിടേക്ക് എത്തിക്കുന്നത്. പിന്നെ ഒരെണ്ണം ഡയഫ്രം ആണ്. ഡയഫ്രം ചെയ്യുന്നത് ഈ പോകുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഡയഫ്രം. അപ്പൊ കണ്ടൻസറിന്റെ സ്ട്രെയിറ്റിന്റെയും ക്ലിപ്പിന്റെ അടിയിലുള്ള ഈ കണ്ടൻസറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ലെൻസ്, മറ്റൊന്ന് ഡയഫ്രം. ഡയഫ്രം ചെയ്യുന്നത് ഇവിടുന്ന് പോകുന്ന, അതായത് ഈ മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നേരെ ഇങ്ങോട്ട് ഈ ഒബ്സർവിംഗ് മെറ്റീരിയലിലേക്ക് വരുന്ന, ഈ സ്റ്റേജിലേക്ക് വരുന്ന ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി റെഗുലേറ്റ് ചെയ്യുന്നത് ഡയഫ്രം ആണ്. ഇത് വേറെ കാര്യം ഓർമ്മിക്കുക, ഇതിൽ നമ്മൾ ഈ സ്റ്റേജിൽ തന്നെ മറ്റൊരു ഭാഗം നമ്മൾ പറഞ്ഞായിരുന്നു ക്ലിപ്പ്. ഈ ക്ലിപ്പിലാണ് നമ്മൾ ഈ പറയുന്ന ഒബ്സർവിംഗ് മെറ്റീരിയൽ നമ്മൾ വയ്ക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കുക. അതിൽ പ്രധാന ഭാഗങ്ങളൊന്നുകൂടെ ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, അതിന്റെ താഴെ കണ്ടൻസർ. അപ്പൊ കണ്ടൻസറിനകത്തുള്ള രണ്ട് ഭാഗങ്ങളാണ് ലെൻസും ഡയഫ്രം. പിന്നെ ഉള്ളത് മിററാണ്. കണ്ടൻസറിന്റെയും തൊട്ട് താഴെയായിട്ട് മിററുണ്ട്. മിററിൽ രണ്ട് മിററുകളാണ് ഉള്ളത്. അപ്പോൾ ഭാഗത്ത് പ്ലെയിൻ മിറർ, താഴെ കോൺകേവ് മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പ്ലെയിൻ മിറർ സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ സഹായിക്കും, കോൺകേവ് മിറർ ആർട്ടിഫിഷ്യൽ ലൈറ്റിനെയും റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർമ്മിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിന്റെ ഫങ്ഷൻസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തീർച്ചയായിട്ടും എക്സാമിൽ ചോദിക്കും. ഏതെങ്കിലും ഭാഗങ്ങൾ, ചിലപ്പോൾ പടത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് അടയാളപ്പെടുത്താനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളുടെ ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒന്നിൽ കൂടി ലെൻസ് ഉള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, മറ്റേ സിമ്പിൾ മൈക്രോസ്കോപ്പ്, മറ്റേ ലെൻസ് മാത്രമേ സിമ്പിൾ മൈക്രോസ്കോപ്പ്. നിങ്ങൾ പഠിക്കുന്നത് അപ്പൊ ഇതൊരു മൈക്രോസ്കോപ്പായി. ഇത് നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ വെച്ച് എങ്ങനെയാണ് നമ്മൾ അതിന്റെ സെല്ലിൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അപ്പൊ നമ്മൾ സെല്ലിൽ നിന്ന് പ്ലാന്റ് സെല്ല്, അനിമൽ സെല്ലൊക്കെ ഉണ്ട്. ഇപ്പൊ സാധാരണയായിട്ട് സ്കൂളിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ചെടിയുടെ അല്ലെങ്കിൽ റൂട്ടിന്റെയോ അതിന്റെ സ്റ്റെമ്മിന്റെയോ ഒക്കെ സെല്ലുകൾ, പ്ലാന്റ് സെല്ലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ ഒരു ഒബ്സർവിംഗ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഒബ്സർവിംഗ് മെറ്റീരിയൽ, നിരീക്ഷണ വസ്തു എങ്ങനെ നമുക്ക് തയ്യാറാക്കാം. നിരീക്ഷണ വസ്തു തയ്യാറാക്കിയ ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിലേക്ക് കൊണ്ടുവച്ച് നോക്കുമ്പോൾ അതിനകത്തുള്ള പ്ലാന്റിന്റെ ബോഡിയുടെ പ്ലാന്റ് ബോഡിയിലുള്ള സെല്ലുകൾ കാണാൻ പറ്റും. അനിമലിൽ നിന്നുള്ളതാണെങ്കിൽ അനിമൽ സെല്ലുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം എങ്ങനെയാണ് ഒരു ഒബ്സർവിംഗ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പൊ അതിനായിട്ട് വേണ്ട പ്രധാനപ്പെട്ട ഒരു പെട്രി ഡിഷ്, വാച്ച് ഗ്ലാസ്, ബ്ലേഡ്, ബ്രഷ്, സ്റ്റെയിൻ, ഗ്ലിസറിൻ, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, പിന്നെ ഏതെങ്കിലും ഒരു പാർട്ട്, ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ റൂട്ടോ സ്റ്റെമ്പോ ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക. അപ്പം വേണ്ട സാധനങ്ങളൊന്നും നോക്കുക. ഒബ്സർവിംഗ് മെറ്റീരിയൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒന്ന് പെട്രി ഡിഷ്, വാച്ച് ഗ്ലാസ്, ബ്ലേഡ്, ബ്രഷ്, സ്റ്റെയിൻ, ഗ്ലിസറിൻ, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, ഇത്രയും സാധനങ്ങൾ. പിന്നെ വാട്ടർ ഉണ്ട്, വാട്ടർ, പിന്നെ ആവശ്യമുള്ള സാധനം ഏതെങ്കിലും ഒരു പാർട്ട്, പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലീഫോ റൂട്ടോ ഒക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി, സ്റ്റെമ്മോ ഒക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്ന. അപ്പൊ ആദ്യം ഇതിൽ എടുക്കുന്ന വാഴയുടെ റൂട്ട് വളരെ സോഫ്റ്റ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആദ്യം റൂട്ട് എടുത്ത് നമ്മൾ പെട്രി ഡിഷിലേക്ക് ഇട്ട് വയ്ക്കുക. ആദ്യം പ്ലാന്റിന്റെ വാഴയുടെ റൂട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം അതിന് നല്ലോണം വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഈ പെട്രി ഡിഷിനകത്തുള്ള വെള്ളത്തിലേക്ക് ഇടുക. ഇടുന്നതിന്റെ കാരണം ഈ റൂട്ടിനകത്തുള്ള അല്ലെങ്കിൽ റൂട്ട് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. ഇതിനകത്തുള്ള നമ്മുടെ ഈ കട്ട് ചെയ്തെടുക്കുന്ന റൂട്ടിനകത്തുള്ള വെള്ളം നഷ്ടമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പെട്രി ഡിഷിനകത്തേക്ക് ഇടുന്നത്. അതിനുശേഷം ആ റൂട്ട് എടുത്തതിന് ശേഷം അതിന് ബ്ലേഡ് ഉപയോഗിച്ച് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ആ കട്ട് ചെയ്തെടുത്ത പോർഷനെ ബ്ലേഡിൽ നിന്ന് നമ്മൾ കൈകൊണ്ട് എടുക്കരുത്, പകരം ബ്രഷ് ഉപയോഗിച്ച്
ആ ഓരോ കട്ട് ചെയ്തെടുത്ത വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത ഓരോ ഭാഗങ്ങൾ ബ്രഷ് ഉപയോഗിച്ചെടുത്ത് വാച്ച് ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് ഇടുക. വാച്ച് ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് ഇടുക. അപ്പൊ ചെയ്യാനുള്ളത്, ആദ്യം നമ്മൾ ഒബ്സിഡിയൻ എടുക്കുന്ന ഇപ്പൊ പ്ലാന്റൈന്റെ റൂട്ട്, വാഴയുടെ റൂട്ട് എടുത്ത ശേഷം അത് പെട്രി ഡിഷിനകത്തേക്ക് ഇട്ട് വെക്കുക. ആ റൂട്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി, ആ നമ്മുടെ വേര് ഉണങ്ങി അതിനകത്തുള്ള ജലം നഷ്ടമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് പെട്രി ഡിഷിനകത്തേക്ക് ഇട്ട് വെക്കുക. അതിന് ശേഷം ആ ബ്ലേഡ് എടുത്തതിന് ശേഷം അതിനെ വളരെ തിന്നായിട്ട് വളരെ കട്ടി കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുക്കുന്ന ആ റൂട്ടിന്റെ ഭാഗങ്ങളെ വളരെ ശ്രദ്ധിച്ച് ബ്രഷ് ഉപയോഗിച്ച് കൈകൊണ്ട് എടുക്കാൻ പാടില്ല. കാര്യം വളരെ തിന്നായത് കൊണ്ട് തന്നെ അതിന്റെ ഭാഗങ്ങൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ബ്ലേഡിൽ നിന്ന് ബ്രഷ് ഉപയോഗിച്ച് ആ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗങ്ങളെ വാച്ച് ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുക, ഇടുക. വാച്ച് ഗ്ലാസ്സിനകത്തുള്ള വെള്ളത്തിലേക്ക് ഇടുക. ഈ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതിന്റെ കാരണം വേറൊന്നല്ല, അതിനകത്തുള്ള വെള്ളം നഷ്ടമായി പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റൂട്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം അപ്പൊ ഇതിൽ നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ ഒരുപാട് അതിനകത്തുള്ള പീസുകൾ നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഏറ്റവും തിന്നായിട്ടുള്ള, അതിൽ നിന്നുള്ള ഏറ്റവും കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള ആ സെക്ഷൻ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്തെ റൂട്ടിന്റെ ആ ഒരു ഭാഗത്തെ വീണ്ടും ബ്രഷ് ഉപയോഗിച്ച് അതിൽ നിന്ന് എടുത്ത് മറ്റൊരു വാച്ച് ഗ്ലാസ്സിനകത്തുള്ള വേറൊരു വാച്ച് ഗ്ലാസ്സിനകത്തുള്ള സ്റ്റെയിനിലേക്ക് കറ പിടിപ്പിക്കാൻ പോവുകയാണ്. ആ സ്റ്റെയിനിലേക്ക് എന്ത് ചെയ്യുക, ഇടുക. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം റൂട്ട് എടുക്കുക, പെട്രി ഡിഷിലെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അതിനുശേഷം ബ്ലേഡ് എടുത്ത് അതിനെ വളരെ തിന്നായി വളരെ കട്ടി കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്ത് ആ ബ്ലേഡിൽ നിന്ന് ബ്രഷ് ഉപയോഗിച്ച് ആ ഓരോ ഭാഗങ്ങളായിട്ട് വാച്ച് ഗ്ലാസ്സിനകത്തുള്ള വെള്ളത്തിലിടുക. ആ വാച്ച് ഗ്ലാസ്സിനകത്തുള്ള വെള്ളത്തിൽ നിന്നും വളരെ കട്ടി കുറഞ്ഞവയെ എടുത്തിട്ട് ചെയ്യുക, മറ്റൊരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ള സ്റ്റെയിനിലേക്ക് ഇടുക. ഈ സ്റ്റെയിനിലേക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗങ്ങളെ ആ റൂട്ടിന്റെ ആ ഒരു ഭാഗങ്ങളെ കറ പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ മാത്രമേ അതിനകത്തുള്ള സെല്ലുകളെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. അപ്പൊ സ്റ്റെയിൻ ചെയ്തെടുത്ത ഈ സെക്ഷനെ, ആ ഒരു ഭാഗത്തെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ഈ സ്റ്റെയിൻ ചെയ്തെടുത്ത ആ സെക്ഷനെ, ആ റൂട്ടിന്റെ ഭാഗത്തെ അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത ശേഷം വേറൊരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യും. അതായത് നമ്മൾ ഇവിടുന്ന് സ്റ്റെയിൻ ചെയ്തെടുത്ത ആ റൂട്ടിന്റെ ആ ഭാഗത്തെ മറ്റൊരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തിരിക്കുന്ന വെള്ളത്തിലിട്ട് അതിനെന്ത് ചെയ്യുക, അതിന്റെ പുറത്തേക്ക് ഇരിക്കുന്ന സ്റ്റെയിൻ എന്ത് ചെയ്യുക, മാറ്റുക. മറ്റു കാര്യം ശ്രദ്ധിക്കുക, അപ്പോഴത്തേക്ക് ആ റൂട്ടിന്റെ ആ ഭാഗങ്ങൾ, അകത്തുള്ള ഭാഗങ്ങളെല്ലാം സ്റ്റെയിൻ നല്ലവണ്ണം പിടിച്ചിരിക്കും. അതിന്റെ പുറത്തിരിക്കുന്ന ആ സ്റ്റെയിനെ കളയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഡിപ്പ് ഇടുന്നത്. ഇനി അടുത്ത് ചെയ്യേണ്ടത് മറ്റൊരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുക. ഗ്ലാസ് സ്ലൈഡ് എടുത്തതിന് ശേഷം ഈ ഗ്ലാസ് സ്ലൈഡിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലിസറിൻ ഒരു 1-2 തുള്ളി ഗ്ലിസറിൻ ഈ ഗ്ലാസ് സ്ലൈഡിലേക്ക് എന്ത് ചെയ്യുക, വീഴ്ത്തുക. അതിനുശേഷം നമ്മൾ ആ സ്റ്റെയിനിൽ ഇട്ടിരുന്ന അതിന്റെ നേരെ നമ്മൾ വെള്ളത്തിലിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സെക്ഷൻ ഈ ഗ്ലിസറിന്റെ മുകളിലേക്ക് വയ്ക്കുക. നമ്മൾ ആ സ്റ്റെയിനിലിട്ട് വെച്ചിരുന്ന നേരത്തെ റൂട്ടിന്റെ ആ സെക്ഷൻ സ്റ്റെയിനിലിട്ട് അതിനെ കറ പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. ആ സെക്ഷനെ വെള്ളത്തിലിട്ട് തന്നെ പുറം ഭാഗത്ത് നിന്ന് സ്റ്റെയിനെ എല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം ഈ ഗ്ലിസറിന്റെ പുറത്തേക്ക് എടുത്ത് വെക്കുക. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, നമ്മൾ ഈ സ്റ്റെയിൻ ചെയ്ത ആ റൂട്ടിന്റെ ആ സെക്ഷൻ നല്ലവണ്ണം ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് സ്ലൈഡ് എടുത്ത് ആ ഗ്ലാസ് സ്ലൈഡിലേക്ക് 1-2 ഡ്രോപ്പ് ഗ്ലിസറിൻ വീഴ്ത്തിയ ശേഷം അതിന്റെ പുറത്തേക്കാണ് നമ്മൾ ഈ സ്റ്റെയിൻ കഴുകി വൃത്തിയാക്കിയ ആ സെക്ഷൻ എടുത്ത് വയ്ക്കേണ്ടത്. ഇതിനു ശേഷം ചെയ്യേണ്ടത് ഒരു കവർ ഗ്ലാസ് കൊണ്ട് ഇതിനെ എന്ത് ചെയ്യുക, ഇതിന്റെ പുറത്തേക്ക് ഒരു കവർ ഗ്ലാസ് കൊണ്ട് വയ്ക്കുക. അപ്പോ ഇപ്പൊ എവിടെയാണ് നമ്മുടെ റൂട്ടിന്റെ സെക്ഷൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗ്ലാസ് സ്ലൈഡിന്റെയും കവർ ഗ്ലാസിന്റെ ഇടയ്ക്ക് ഗ്ലിസറിനിലാണ് അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ആ റൂട്ടിന്റെ ആ ഭാഗം ഇരിക്കുന്നത്. ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ ഒബ്സർവിംഗ് മെറ്റീരിയൽ, നിരീക്ഷണ വസ്തു തയ്യാറായിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഈ ഗ്ലാസ് സ്ലൈഡിന്റെ പുറത്ത് ഗ്ലിസറിൻ ഒഴിച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ റൂട്ടിന്റെ ഭാഗം വെച്ചിരിക്കുന്നത്. അതിന്റെ പുറത്തേക്കാണ് നമ്മൾ കവർ ഗ്ലാസ് എടുത്ത് മൂടുന്നത്. അപ്പോൾ ഇതിലിരിക്കുന്ന ഗ്ലിസറിൻ കുറെ പുറം ഭാഗത്തേക്ക് എന്ത് ചെയ്യാം, എക്സസ് ആയിട്ടുള്ളതെല്ലാം പുറം ഭാഗത്തേക്ക് ഒന്ന് ഒഴുകിയിരിക്കാം. അതിനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് എന്ത് ചെയ്യുക, തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിന്റെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും ഇതിന്റെ പുറത്തേക്കെല്ലാം പടർന്നിരിക്കുന്ന ഗ്ലിസറിനെ തുടർച്ച് വൃത്തിയാക്കി എടുക്കുക. ഇതോടുകൂടി നമ്മുടെ ഒബ്സർവിംഗ് മെറ്റീരിയൽ, നിരീക്ഷണ വസ്തു തയ്യാറാക്കി. ഇതിനെ എടുത്ത് എന്ത് ചെയ്യുക,
നേരെ കൊണ്ടുവന്ന് ഈ ക്ലിപ്പിന്റെ സ്റ്റേജിലുള്ള ക്ലിപ്പ് പൊക്കി അതിനകത്തേക്ക് എന്ത് ചെയ്യുക, കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ നോക്കുക. കയറ്റി വെച്ച് നമ്മൾ ഐ പീസിലേക്ക് എന്ന് വെച്ചിട്ട് ഈ ലെൻസ് നോബ് ഉപയോഗിച്ച് ലെൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ്, മിററിൽ നിന്ന് വരുന്ന ലൈറ്റ് കറക്റ്റ് ആണോ എന്നെല്ലാം നോക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ നോബെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് പ്ലാന്റയിൽ, അതായത് വാഴയുടെ വേരിലുള്ള സെല്ലുകൾ, അതായത് പ്ലാന്റ് സെല്ലുകളെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, നല്ലവണ്ണം കാണാൻ കഴിയും. അപ്പൊ അതാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൈക്രോസ്കോപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നത് മാത്രം പഠിച്ചിരുന്നാൽ പോരാ, എങ്ങനെയാണ് നമുക്ക് അതിൽ വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി, ഒബ്സർവ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഒരു ഒബ്സർവിംഗ് മെറ്റീരിയൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നും കൂടി ഓർമ്മിച്ചിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ഈ സെക്ഷനിൽ ഓർമ്മിക്കും. അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാം. 8ാം ക്ലാസ്സിന്റെ ബയോളജിയിൽ നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ പേര് ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ രഹസ്യങ്ങൾ എന്നാണ്. കുഞ്ഞറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളെ, സെല്ലുകളെ കുറിച്ചാണ്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നമ്മുടെ ഈ വളരെ ചെറിയ ഈ കോശങ്ങളെ, സെല്ലുകളെ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതിനുപയോഗിക്കുന്നവയാണ് മൈക്രോസ്കോപ്പുകൾ. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ള മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പൊ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർമ്മിച്ചു നോക്കുക. പ്രധാന ഭാഗങ്ങൾ ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ. അപ്പൊ കണ്ടൻസറിലെ പ്രധാനപ്പെട്ട മറ്റു 2 ഭാഗങ്ങളാണ് ലെൻസും ഡയഫ്രോം. മിറർ 2 ടൈപ്പ് മിററാണ് ഇവിടെ ഉള്ള, പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ. അപ്പൊ അതിന്റെ 2ന്റെ ഫംഗ്ഷൻ ഓർമ്മിക്കുക. പ്ലെയിൻ മിറർ ചെയ്യുന്ന സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു, കോൺകേവ് മിറർ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ കണ്ടൻസറിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്, ലെൻസും ഡയഫ്രോം. ലെൻസ് ചെയ്യുന്നത് ഇവിടുന്ന് നമ്മുടെ മിററിൽ, ഈ കണ്ണാടിയിൽ നിന്ന് വരുന്ന പ്രകാശത്തെ, ലൈറ്റിനെ എവിടേക്ക് ഫോക്കസ് ചെയ്യുന്നത്, ഈ സ്റ്റേജിലേക്ക്, ഈ ഒബ്സർവിംഗ് മെറ്റീരിയലിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്ന ആരാണ്, നമ്മുടെ ഈ ലെൻസ് ആണ്. ഡയഫ്രോം ചെയ്യുന്നത് ഇവിടുന്ന് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി, അതിന്റെ തീവ്രത എന്ത് ചെയ്യുന്നു, ക്രമീകരിക്കുന്നത് ഈ ഡയഫ്രോം. അപ്പൊ ഇത്രയും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായി. അതിനുശേഷം നമ്മൾ പഠിച്ചത് എങ്ങനെ ഒരു ഒബ്സർവിംഗ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമുക്കൊരു നിരീക്ഷണ വസ്തു തയ്യാറാക്കാം. അപ്പൊ അതിനാദ്യം എന്തൊക്കെ വേണമെന്നുള്ള കാര്യം ഓർമ്മിക്കുക. പെട്രി ഡിഷ്, വാച്ച് ഗ്ലാസ്, ബ്ലേഡ്, ബ്രഷ്, സ്റ്റെയിന്, ഗ്ലിസറിൻ, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, വാട്ടർ, ഗ്ലാസ് സ്ലൈഡ്. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി, ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. നമ്മളിവിടെ എടുത്ത പ്ലാന്റൈന്റെ റൂട്ടാണ്, വാഴയുടെ വേരാണ്, വളരെ സോഫ്റ്റ് ആണ്, വളരെ എളുപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം റൂട്ട് എടുത്തതിന് ശേഷം പെട്രി ഡിഷിനകത്തുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അതിനുശേഷം അതിൽ നിന്ന് എടുത്തതിന് ശേഷം ബ്ലേഡ് ഉപയോഗിച്ച് വളരെ തിന്നായിട്ട്, വളരെ കട്ടി കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗങ്ങളെ വാച്ച് ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. ഇവിടെ നമ്മൾ എന്തിനാണ് ഈ വെള്ളത്തിലേക്ക് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ റൂട്ടിന്റെ ഭാഗം, ആ റൂട്ട് ഡ്രൈ ആയി പോകാതിരിക്കും, ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഈ വാച്ച് ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഭാഗങ്ങളിൽ വളരെ കട്ടി കുറഞ്ഞവയെ മാത്രം എടുത്ത് മറ്റൊരു വാച്ച് ഗ്ലാസ്സിലുള്ള സ്റ്റെയിനിലേക്ക് ഇടുക. അപ്പൊ സ്റ്റെയിൻ ചെയ്യുകയാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്, കറ പിടിപ്പിക്കുകയാണ്. എന്നാൽ മാത്രമേ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സെല്ലുകളെ കാണാൻ കഴിയും. അതിനുശേഷം ആ സ്റ്റെയിൻ ചെയ്തെടുത്ത ആ ഭാഗങ്ങളെ എടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ വെള്ളത്തിൽ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് സ്ലൈഡ് എടുത്ത് ആ ഗ്ലാസ് സ്ലൈഡിൽ ഒരു 1-2 തുള്ളി ഗ്ലിസറിൻ വീഴ്ത്തിയ ശേഷം ആ നമ്മൾ സ്റ്റെയിനിൽ നിന്ന് വൃത്തിയാക്കി എടുത്ത ആ ഒരു മെറ്റീരിയൽ, അല്ലെ ആ റൂട്ടിന്റെ ഭാഗത്തിന് ഈ ഗ്ലിസറിനെ പുറത്തേക്ക് വെക്കുക. അതിനെ കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടുമ്പോഴേക്കും ഗ്ലിസറിൻ 4 ഭാഗത്തേക്ക് പരക്കും. അതിന് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് വൃത്തിയാക്കി എടുത്താൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള നിരീക്ഷണ വസ്തു തയ്യാറായി കഴിഞ്ഞു. അതിനെടുത്ത് നമ്മൾ നേരെ എന്ത് ചെയ്യുക, മൈക്രോസ്കോപ്പിലേക്ക് കൊണ്ടുവയ്ക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് വാഴയുടെ, നമ്മുടെ ഈ പ്ലാന്റിന്റെ സെല്ലുകളെ നമുക്ക് കാണാൻ കഴിയും.